അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ വീണ്ടും വൻ ശക്തികളുടെ പോരാട്ട ഭൂമിയാക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സമാധാന കരാറിന്റെ ഭാഗമായി തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന അമേരിക്കൻ വാദങ്ങളെ ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. തങ്ങളുടെ പരമാധികാരത്തിന് മേലും പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേലുമുള്ള യാതൊരുവിധ കടന്നുകയറ്റങ്ങളും അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടാണ് ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന ശക്തമായ സന്ദേശമാണ് ടെഹ്റാൻ ആഗോള സമൂഹത്തിന് നൽകുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ചർച്ചകൾക്ക് പുറമെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് തങ്ങളുടെ ആണവ നിലയങ്ങളിൽ പരിശോധന നടത്താൻ അനുമതി നൽകിയിട്ടുണ്ടെന്ന അവകാശവാദവും ഇറാൻ നിഷേധിച്ചു. തങ്ങളുടെ തന്ത്രപ്രധാന സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ല എന്നത് ഇറാന്റെ ദീർഘകാല നയമാണ്. ഈ നയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറല്ലെന്ന് നിലവിലെ ഔദ്യോഗിക പ്രതികരണങ്ങൾ അടിവരയിടുന്നുണ്ട്. അമേരിക്കയുടെ പ്രചാരണങ്ങൾ വെറും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ മാത്രമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ നയതന്ത്ര തർക്കങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ പ്രസ്താവനയും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. തങ്ങളുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് രാജ്യത്തെ മറ്റൊരു ഗാസയായി മാറുന്നതിൽ നിന്നും രക്ഷിച്ചതെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശത്തെയും നാശനഷ്ടങ്ങളെയും മുൻനിർത്തിയായിരുന്നു പെസഷ്കിയാന്റെ ഈ കടുത്ത താരതമ്യം. ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇറാന്റെ അവസ്ഥയും മറ്റൊന്നാകുമായിരുന്നുവെന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഏതൊരു രാജ്യത്തിനുമുണ്ടെന്നും അതിനായുള്ള ആയുധശേഖരം തങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കി. ആധുനിക യുദ്ധമുഖത്ത് മിസൈൽ സാങ്കേതിക വിദ്യയാണ് തങ്ങൾക്ക് സുരക്ഷാ കവചമൊരുക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും രാജ്യം കൈവരിച്ച സൈനിക വളർച്ച അദ്ദേഹം പ്രകീർത്തിച്ചു. അയൽ രാജ്യമായ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ഇറാന്റെ ഈ കടുത്ത നിലപാടുകളോടും അവകാശവാദങ്ങളോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വളരെ പെട്ടെന്നാണ് പ്രതികരിച്ചത്. ഇറാന്റെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നായിരുന്നു ട്രംപിന്റെ ഒറ്റവരി മറുപടി. അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെയും വിവരങ്ങളെയും ചോദ്യം ചെയ്യാൻ ഇറാൻ അവകാശമില്ലെന്ന ധാർഷ്ട്യമാണ് ട്രംപിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. ഇറാനുമേൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന സൂചനയും ട്രംപിന്റെ പ്രതികരണം നൽകുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രതികരണം വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും ഭാഷയിലൂടെ ഇറാനെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് ഇറാന്റെ ഈ കടുത്ത നിലപാട് വലിയ തിരിച്ചടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ അമേരിക്കയ്ക്ക് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ തളയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനോടൊട്ടും സഹകരിക്കില്ലെന്ന വാശിയിലാണ് ടെഹ്റാൻ. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം അവകാശവാദങ്ങൾ പലപ്പോഴും ആഭ്യന്തര രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാക്കാമെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ റിഫാദ് ജാവേദും നിരീക്ഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാന്റെ പെട്ടെന്നുള്ളതും ശക്തവുമായ നിഷേധം അമേരിക്കൻ നയതന്ത്രത്തിന്റെ പോരായ്മകളെയാണ് തുറന്നു കാട്ടുന്നത്. ഇറാൻ പ്രസിഡന്റിന്റെ ഗാസ പരാമർശം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒന്നാണ്. ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ മേഖലയിലെ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ വികാരമുണർത്താൻ ഈ പ്രസ്താവനയ്ക്ക് കഴിയും. തങ്ങളുടെ ആയുധശേഖരം കേവലം ആക്രമണത്തിനല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നുള്ള പ്രതിരോധത്തിനാണെന്ന് സ്ഥാപിക്കാൻ ഇറാന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനകളെ സംബന്ധിച്ച തർക്കം ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മേഖലയിലെ ആയുധ പന്തയത്തിന് ആക്കം കൂട്ടും. ആണവ കരാറുകളിൽ നിന്നും അമേരിക്ക മുൻപ് ഏകപക്ഷീയമായി പിന്മാറിയത് മുതൽ തുടങ്ങിയ അവിശ്വാസം ഇപ്പോഴും ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ ചൈന, റഷ്യ തുടങ്ങിയ മറ്റു വൻ ശക്തികളുടെ നിലപാടുകളും നിർണായകമാകും. ഇറാനുമായി അടുത്ത സാമ്പത്തിക സൈനിക ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാനെ സഹായിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾക്കെതിരെ ഇറാന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന പിന്തുണ ഈ കൂട്ടുകെട്ടുകളിൽ നിന്നാണ്. മധ്യപൂർവേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകത്തെങ്ങുമുള്ള സാമ്പത്തിക വിപണികൾ. എണ്ണ ഉൽപാദന മേഖലയായ ഇവിടെ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വാക്പോര് കേവലം രാഷ്ട്രീയത്തിൽ ഒതുങ്ങാതെ വിപണികളിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. റിഫാത്ത് ജാവേദിന്റെ വിശകലനങ്ങൾ വ്യക്തമാക്കുന്നത് നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ ഏകദേശം അടഞ്ഞ മട്ടാണ് എന്നാണ്. പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ കൂടുതൽ ഉറച്ചു നിൽക്കുകയാണ്. ട്രംപിന്റെ കടുത്ത വാക്കുകളും പെസഷ്കിയാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരണങ്ങളും ഇതിന്റെ തെളിവാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആണവ നിലപാടുകൾ മധ്യപൂർവേഷ്യയിലെ അധികാര സമവാക്യങ്ങളെ കൂടുതൽ സ്ഫോടനാത്മകമാക്കുകയാണ്. അമേരിക്കയുടെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് തങ്ങളുടെ പ്രതിരോധ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്ന ഇറാന്റെ നീക്കം വരും ദിവസങ്ങളിൽ വലിയ നയതന്ത്ര യുദ്ധങ്ങൾക്ക് കാരണമാകും. ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മേഖലയുടെ സമാധാനം നിലനിൽക്കുക.